കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണല്ലോ നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഒരുവൻ്റെ സംശയം വളരെ വലിയ വിശ്വാസ പ്രഖ്യാപനമായി മാറ്റപ്പെട്ട ഒരു സംഭവമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഉദ്ധിതനായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവർക്ക് സമാധാനം ആശംസിച്ചു. ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്ത് യേശു വന്ന് പ്രത്യക്ഷനായപ്പോൾ അവിടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നില്ല. ആ ശിഷ്യൻ മറ്റാരുമായിരുന്നില്ല, ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് ലീഹ ആയിരുന്നു. ഈ തോമസ് വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങളുടെ അടുത്ത് യേശു വന്നു, ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചു. ഇത് കേട്ട തോമസ് ലീഹ അവിശ്വസിച്ചു. ഞാൻ യേശുവിനെ നേരിൽ കാണാതെ, അവൻ്റെ ആണിപ്പാടുകളെല്ലാം കാണാതെ, അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈയിടാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തോമസ് ലീഹായും ഉണ്ടായിരുന്ന ആ സംഘത്തിലേക്ക് യേശുക്രിസ്തു വരികയാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 29. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ തോമസിനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടുക, എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് യേശുവിനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. തോമസ് ലീഹായുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് യേശു പറഞ്ഞത്. തോമസ് ലീഹ സംശയിച്ചതും ശിഷ്യന്മാരോട് സംശയത്തോടെ സംസാരിച്ചതും പറഞ്ഞതും എല്ലാം അറിഞ്ഞ യേശുവാണ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ തോമസ് ലീഹ അവരുടെ കൂട്ടത്തിൽ ഉള്ള സമയം നോക്കി വന്നത്. ഈ തോമസിനെ തന്നെ തിരക്കിയാണ് അവിടെ വന്നത്. ഒരുവൻ സംശയിച്ചാൽ യേശു അവനെ നിരാകരിക്കില്ല. അവനെ അടുക്കൽ വിളിച്ച് അവൻ്റെ സംശയത്തിന് നിവൃത്തി വരുത്തി അവനെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം യേശുവിൽ ദർശിക്കുന്നത്. ഇവിടെ അതാണ് യേശു ചെയ്തത്. നമ്മുടെ മനസ്സിലെ ചിന്തകളും സംശയങ്ങളും എല്ലാം യേശു മനസ്സിലാക്കുന്നുണ്ട്. ഓരോരോ സന്ദർഭങ്ങളിലും നമ്മെ അടുക്കൽ വിളിച്ച് നമ്മുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ഒരു അനുഭവത്തിലൂടെ നമുക്കും കടന്നു പോകുവാൻ കഴിയും. കാരണം യേശു നാം വിശ്വസ്തരായിരിക്കുവാൻ, വിശ്വാസമുള്ളവരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മെ സ്നേഹിക്കുന്നു. നാം സംശയിച്ചു എന്ന ഒറ്റ കാരണത്താൽ നമ്മെ ശിക്ഷിക്കുന്നവനോ നമ്മെ നിരാകരിക്കുന്നവനോ അകറ്റി നിർത്തുന്നവനോ അല്ല നമ്മുടെ ദൈവം.
നാം ഈ വചനഭാഗം പഠിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് വാതിലടച്ചിരിക്കെ യേശു അവരുടെ അടുക്കൽ വന്നത്? പുനരുത്ഥാന ശരീരത്തിന് ഒബ്സ്റ്റക്കിൾ ഒന്നും ഒരു പ്രശ്നമല്ല. മുറി അടച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കുവാൻ കഴിയും. ഈ ഒരു വലിയ പദവിയിലേക്കാണ്, അവസ്ഥയിലേക്കാണ് നമ്മെയും ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാന ശരീരികളായി നാം ജീവിക്കും. One of the 12 disciples, Thomas, called the twin, was not with them when Jesus came. So the other disciples told him, "We have seen the Lord." Thomas said to them, "Unless I see the scars of the nails in his hands, and put my finger on those scars, and my hand in his side, I will not believe." A week later, the disciples were together again indoors, and Thomas was with them. The doors were locked, but Jesus came and stood among them and said, "Peace be with you." യേശുക്രിസ്തു എപ്പോഴും നമുക്ക് സമാധാനം തരുന്നവനാണ്. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അതാണ് യേശുവിന് പറയുവാനുള്ളത്. നാം ആകുലചിത്തന്മാരായി, മനപ്രയാസമുള്ളവരായി, ദുഃഖിതരായി ഇരിക്കുന്നത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമല്ല. നാം സന്തോഷമുള്ളവരായിരിക്കണം, സമാധാനമുള്ളവരായിരിക്കണം. ഇങ്ങനെ സമാധാനം ആശംസിക്കുന്ന, സമാധാനം തരുന്ന നമ്മുടെ ദൈവത്തെ നാം എത്രമാത്രം സ്നേഹിക്കണം. Then Jesus said to Thomas, "Put your finger here and look at my hands. Then stretch out your hand and put it in my side. Stop your doubting and believe." നമ്മോട് യേശുക്രിസ്തു അതാണ് പറയുന്നത്. Stop your doubting and believe. Thomas answered him, "My Lord and my God." ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഇതാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. Jesus said to him, "Do you believe because you see me? How happy are those who believe without seeing me." ഇന്ന് നാം ഓരോരുത്തരും ഈ 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം നടന്ന ആ സംഭവം, അന്ന് ഉത്ഥിതനായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ യേശുവിനെ കാണാതെയാണ് വിശ്വസിക്കുന്നത്. നാം ഭാഗ്യവാന്മാരാണ്. അതാണ് യേശു പറയുന്നത്. കാണാതെ വിശ്വസിച്ചവരായ നാം. യേശുക്രിസ്തുവിനെ പറ്റി തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത്, സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതാണ് നാം വിശ്വസിക്കുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോഴും ഇത് കേൾക്കുന്നവർ യേശുവിനെ കാണുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് അന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതുപോലെ പ്രത്യക്ഷനാകുന്നില്ല. അതൊന്നും കാണാതെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറയുന്നത്. യേശുക്രിസ്തുവിനെ അവിശ്വസിക്കാതെ വിശ്വസിക്കണമെങ്കിൽ നാം അവൻ്റെ ആടുകൾ ആയിരിക്കണം. അവനെ സ്നേഹിക്കണം. അവൻ്റെ ആലയിൽപ്പെട്ടവർ ആയിരിക്കണം. അവൻ്റെ ആലയിലേക്ക് അവൻ നമ്മെ ഓരോരുത്തരെയും ജാതി മതഭേദമന്യേ, ഭാഷാവ്യത്യാസമില്ലാതെ, സ്ഥലകാല ഭേദമന്യേ വിളിക്കുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ
കം അൺടു മീ. അതാണ് യേശുക്രിസ്തുവിൻ്റെ എക്കാലത്തെയും ആ കോളിംഗ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. Chapter 10, verse 24. When the people gathered round him and asked, "How long are you going to keep us in suspense? Tell us the plain truth. Are you the Messiah?" യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ആളുകൾ ചോദിക്കുകയാണ്, എത്ര നാൾ നീ ഞങ്ങളെ ഇങ്ങനെ സസ്പെൻസിൽ നിർത്തും? നീ മശിഹായാണോ? ഞങ്ങളോട് പറ. ടെൽ us the truth. Tell us the plain truth. Are you the Messiah? അവർ കാര്യമായിട്ട് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നീ സത്യം പറ, നീ തന്നെയാണോ മശിഹ? അപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? I have already told you, but you would not believe me. The things I do by my Father's authority speak on my behalf. പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ കണ്ടാൽ മതിയല്ലോ നിങ്ങൾ എന്നെ വിശ്വസിക്കുവാൻ. നിങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, ഇതെല്ലാം പിതാവ് എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നിമിത്തമെങ്കിലും നിങ്ങൾ വിശ്വസിപ്പീൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, I have already told you, but you would not believe me. The things I do by my Father's authority speak on my behalf. But you will not believe, for you are not my sheep. നിങ്ങൾക്ക് ഈ അവിശ്വാസം വരുന്നത് നിങ്ങളുടെ അന്തരംഗത്തിൽ ആ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ അവിശ്വാസികളാകാതെ വിശ്വാസികളായിരിക്കണം. യേശു തുടർന്ന് പറയുകയാണ്, മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. ഐ ഗീവ് ദം ഇറ്റേണൽ ലൈഫ് and they shall never die. No one can snatch them away from me. What my Father has given me is greater than everything, and no one can snatch them away from the Father's care. The Father and I are one. ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവ് നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരെയും, ഈ ഭൂവാസികൾ ഓരോരുത്തരെയും പിതാവാം ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. What my Father has given me is greater than everything, and no one can snatch them away from the Father's care. പിതാവാണ് നമ്മെ പരിപാലിക്കുന്നത്. ആർക്കും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർ വിശ്വസിക്കും. അവൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ദൈവമാണ് നമ്മെ കരുതുന്നത്, കാക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചത് എന്ന് ആദ്യമേ വിശ്വസിക്കണം. അവൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, അവനെ സ്നേഹിപ്പീൻ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അവൻ്റെ ആലയിലെ ആടുകളാകും. ആ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും, അവനെ ഫോളോ ചെയ്യും. അവർ പെട്ടെന്ന് വിശ്വസിക്കും. യേശുക്രിസ്തു എത്ര വ്യക്തമായിട്ടാണ് നമ്മോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്.
ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നാം എന്ന് ആദ്യമേ നമുക്ക് ബോധം വേണം. ദൈവത്തിൻ്റെ ആ കെയറിലാണ് നാം ആയിരിക്കുന്നത്. Verse 27, My sheep listen to my voice. I know them and they follow me. I give them eternal life and they shall never die. No one can snatch them away from me. What my Father has given me is greater than everything, and no one can snatch them away from the Father's care. The Father and I are one. യേശുക്രിസ്തു എന്ന നല്ല ഇടയൻ്റെ ആലയിലായിരിക്കുന്നവർക്ക്, പിതാവാം ദൈവത്തിൻ്റെ പരിപാലനത്തിലായിരിക്കുന്നവർക്ക് ഒരു ദുഷ്ടനെയോ ശത്രുവിനെയോ ഭയക്കേണ്ട കാര്യമില്ല. ഒരു ശത്രുവും പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് 35-ാം സങ്കീർത്തനത്തിൽ ആലപിച്ചിരിക്കുന്നു. വേഴ്സ് 19 onwards, വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കുകയുമരുതേ. അവർ സമാധാന വാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജ കാര്യങ്ങളെ നിരൂപിക്കുന്നു. അവർ എൻ്റെ നേരെ വായ് പിളർന്നു. നന്നായി, ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു. യഹോവേ, നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ. കർത്താവേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ, ഉണർന്ന് എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, നിന്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി, ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുതേ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ ബമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. വേഴ്സ് 23 ആണ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ, ഉണർന്ന് എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കണമേ എന്ന്. തുടർന്ന് വേഴ്സ് 27 ദാവീദ് ആലപിച്ചിരിക്കുകയാണ്, എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ സമൃദ്ധിയിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കും. ഇനി പഴയ നിയമത്തിൽ നിന്നും ഒരു വചനഭാഗം നമുക്ക് പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് ഐശായ, ചാപ്റ്റർ 45, വേഴ്സസ് 18 to 25. യേശുക്രിസ്തുവിന് മുമ്പാണ് പ്രവാചകൻ ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇത് നിവൃത്തിയായ പ്രവചനമാണ്. അതായത് ഇസ്രായേൽ ജനത ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോയതും അവിടെ നിന്ന് പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ സഹായത്താൽ അവർ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നതുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ പോകുന്നതിന് മുമ്പേ പ്രവാചകൻ പ്രവചിച്ചത്. പ്രധാനമായി ഇവിടെ കാണുന്നത് സകല ഭൂവാസികൾക്കുമുള്ള ദൈവീക രക്ഷയും ഈ സത്യദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ എല്ലാം മുഴങ്കാലും മടങ്ങും എന്നുള്ളതുമാണ്. തോമസ് അപ്പോസ്തലൻ പ്രഘോഷിച്ച എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനെ എങ്ങനെയാണ് യെശയ്യാവ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവനതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ ദൈവം, വേറൊരുത്തനുമില്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ നിങ്ങളോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. ദൈവമായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരുവീൻ. ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവീൻ. വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ. അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആര്? നിങ്ങളുടെ ദൈവമായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. സകല ഫൂസിയമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യുമെന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞും കൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. ദൈവത്തിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. ഇവിടെ വേഴ്സ് 21 നാം വായിച്ചു. വേഴ്സ് 20 നാം വായിച്ചു, ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവീൻ. വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല എന്ന്. മിഥ്യാമൂർത്തികളുടെ നിരർത്ഥതയ്ക്കും അപ്പുറം ജീവനുള്ള സൃഷ്ടാവായ ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് ഈ വാക്യം കാണിക്കുന്നത്. തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആ കർത്താവും ദൈവവുമായ ആ ദൈവം എത്രമാത്രം വലിയവനാണ്, ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രമാണ് ദൈവം എന്നാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവും ദൈവവുമായവനെ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് വരച്ചു കാട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫിലിപ്പ് ലേഖനത്തിൽ ദി എപ്പിസ്റ്റൽ ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 verses 5 to 11. ക്രിസ്തുവേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും പാടും യേശുക്രിസ്തു കർത്താവെന്ന്. The attitude you should have is the one that Christ Jesus had. He always had the nature of God, but he did not think that by force he should try to become equal with God. Instead of this, of his own free will, he gave up all he had and took the nature of a servant. He became like man and appeared in human likeness. He was humble and walked the path of obedience all the way to death, his death on the cross.
For this reason, God raised him to the highest place above and gave him the name that is greater than any other name. And so, in honor of the name of Jesus, all beings in heaven, on earth, and in the world below will fall on their knees, and all will openly proclaim that Jesus Christ is Lord, to the glory of God the Father. നമ്മുടെ കർത്താവും ദൈവവുമായ ഈ വലിയവനായ ദൈവത്തെ നമുക്കും വാഴ്ത്തിപ്പാടാം. O Lord my God, when I in awesome wonder consider all the works thy hands have made. O Lord my God, when I in awesome wonder consider all the works thy hands have made, I see the stars, I hear the mighty thunder, thy power throughout the universe displayed. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. When through the woods and forest glades I wander, and hear the birds sing sweetly in the trees. When I look down from lofty mountain grandeur, and hear the brook and feel the gentle breeze, then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. And when I think that God his Son not sparing sent him to die, I scarce can take it in, that on the cross my burden gladly bearing, he bled and died to take away my sin. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. When Christ shall come with shout of acclamation and take me home, what joy shall fill my heart. Then shall I bow in humble adoration and there proclaim
God, how great thou art. Then sings my soul, my Saviour God, to thee. How great thou art, how great thou art. Then sings my